Welcome all of you. നമ്മളിവിടെ how to make sentence in future tense ആണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടെൻസിൽ 3 ടൈപ്സ് ഉണ്ട്. പ്രസന്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. ഇതിൽ പ്രസന്റ് ടെൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, പാസ്റ്റ് ടെൻസും ഡിസ്കസ് ചെയ്തു. അവിടെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പാസ്റ്റും പ്രസന്റും 4 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഫ്യൂച്ചറും 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ, future continuous, future perfect, then future perfect continuous. Okay, one by one നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് SVO പാറ്റേണിലാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിൽ നമുക്ക് ഇവിടെ ഒരു S ഉണ്ട്, V ഉണ്ട്, O ഉണ്ട്. ഇനി നമുക്ക് കിട്ടേണ്ടത് വേർബിന്റെ ഫോം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേർബിന്റെ ഫോം ഓരോ ടെൻസ് അനുസരിച്ചും ചെറിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഒരു സെന്റൻസ് വേണമെങ്കിൽ ആ വേർബ് ഏത് ഫോമിലായിരിക്കണം നോക്കിക്കേ. വി ഇസ് ഈക്വൽ ടു വിൽ വേണം, അല്ലെങ്കിൽ ഷാൽ വേണം, ക്യാൻ വേണം, മേ അല്ലെങ്കിൽ മസ്റ്റ്, ഏതെങ്കിലും ഒരെണ്ണം വേണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യേണ്ട, ഏതെങ്കിലും ഒരെണ്ണം മതി. പ്ലസ് റൂട്ട് ഫോം ഓഫ് ദ വേർബ്, അതായത് V1 റൂട്ട് ഫോം ഓഫ് ദ വേർബ് ആണ് വേണ്ടത്. നമുക്ക് ഇവിടെ മൂന്ന് വേർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു SVO, രാജ്, ടീച്ച്, ഇംഗ്ലീഷ്. ഇതിൽ രാജ് അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഇനി നമ്മൾ നോക്കേണ്ടത് വേർബിന്റെ ഫോം ആണ്. വിൽ വേണോ, രാജിന്റെ കൂടെ വിൽ വേണോ, ഷാൽ വേണോ, ക്യാൻ വേണോ, മേ വേണോ, മസ്റ്റ് വേണോ എന്ന് നമ്മളിങ്ങനെ നോക്കുക. രാജിന്റെ കൂടെ ഷാൽ മാത്രം ആഡ് ചെയ്യണ്ട, ബാക്കി ഏത് വേണോ നമുക്ക് ആഡ് ചെയ്യാം. ഷാൽ യൂഷ്വലി ഐയുടെ കൂടെയോ വിയുടെ കൂടെയോ ആണ് വരേണ്ടത്. വി ഷാൽ എന്ന് പറയും, വി ഷാൽ ഓവർകം എന്നൊക്കെ നമ്മൾ പാട്ട് പാടിയിട്ടുണ്ടല്ലോ. അതുപോലെ വി ഷാൽ വരാൻ ചാൻസ് ഉണ്ട്, ഐ ഷാലും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ രാജ് ഷാൽ എന്ന് നമ്മൾ യൂഷ്വലി പറയാറില്ല. ഓക്കെ, രാജിന്റെ കൂടെ വില്ല് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ക്യാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം, മേ വേണമെങ്കിൽ ആഡ് ചെയ്യാം, മസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ എന്നിട്ട് അത് ആഡ് ചെയ്ത് അതിനോടൊപ്പം നമ്മൾ റൂട്ട് ഫോം ഓഫ് വേർബും കൂടെ ആഡ് ചെയ്യണം. ഇവിടെ നമ്മളുടെ റൂട്ട് ഫോം ഓഫ് ദ വേർബ് ടീച്ച് തന്നെയാണ്. ടീച്ചിന്റെ റൂട്ട് ഫോം ടീച്ച് തന്നെയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ആ സെന്റൻസ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? രാജ് എന്ന് എഴുതുക, പ്ലസ് വിൽ, പിന്നെ എന്ത് വേണം? ടീച്ച് ഇംഗ്ലീഷ്. രാജ് വിൽ ടീച്ച് ഇംഗ്ലീഷ്. ഈസി അല്ലേ? ഇവിടെ രാജ് ക്യാൻ ടീച്ച് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. രാജ് മേ ടീച്ച് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. രാജ് മസ്റ്റ് ടീച്ച് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സ്റ്റുഡൻസ് ലേൺ ഇംഗ്ലീഷ്. ഇവിടെ നമുക്ക് S കിട്ടി, V കിട്ടി, O കിട്ടി. ഇനി നമ്മൾ ചെറുതായിട്ട് മോഡിഫൈ ചെയ്യേണ്ടത് V മാത്രമാണ്. സ്റ്റുഡൻസിന്റെ കൂടെ വിൽ വരാം, ക്യാൻ വരാം, മേ വരാം, മസ്റ്റ് വരാം. ഓക്കെ, സ്റ്റുഡൻസ് വിൽ ലേൺ ഇംഗ്ലീഷ്. സ്റ്റുഡൻസ് വിൽ ലേൺ ഇംഗ്ലീഷ്. ലേണിന്റെ റൂട്ട് ഫോം എന്ന് പറഞ്ഞാൽ V1 എന്ന് പറഞ്ഞാൽ ലേൺ തന്നെ. ഓക്കെ, നൗ ഐ ഡ്രോ എ പിക്ചർ. ഇനി എങ്ങനെ മോഡിഫൈ ചെയ്തതാ? ഐന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു ഷാൽ നമുക്ക് യൂസ് ചെയ്യാം. വില്ല് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ തെറ്റില്ല, ക്യാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞ് തെറ്റില്ല, മേ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, മസ്റ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാൽ ആണ്. ഐ ഷാൽ ഡ്രോ എ പിക്ചർ. ഐ ഷാൽ ഡ്രോ എ പിക്ചർ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഈ വേർബിന്റെ ഫോം മാത്രം ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത് നോക്കിക്കേ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. വേർബിന്റെ ഫോമിന് മാത്രമേ ഇവിടെയും ചേഞ്ച് ഉള്ളൂ. വിൽ അല്ലെങ്കിൽ ഷാൽ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ അല്ലെങ്കിൽ മസ്റ്റ് അല്ലെങ്കിൽ മസ്റ്റ്. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്യുക, പ്ലസ് ബി ആഡ് ചെയ്യുക, പ്ലസ് വേർബിന്റെ കൂടെ INGയും കൂടെ വേണം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്ക് എന്ത് വേണം? വേർബിന്റെ കൂടെ ഒരു ING എവിടെയെങ്കിലും കാണും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 3 വേർഡ്സ് എന്ന് പറഞ്ഞാൽ രാജ്, ടീച്ച്, ഇംഗ്ലീഷ്. ഓക്കെ, ഇപ്പൊ എങ്ങനെ നമ്മൾ ഈ ഫോമിലോട്ട് ചേഞ്ച് ചെയ്യും? രാജ് വിൽ ബി ടീച്ചിങ് ഇംഗ്ലീഷ്. ഈസി അല്ലേ? രാജ് വിൽ ബി ടീച്ചിങ് ഇംഗ്ലീഷ്. ഈസിയാണ്. നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെന്റൻസ് കിട്ടി. നിങ്ങൾ ചെക്ക് ചെയ്ത വേർബിന്റെ ഫോം ശരിയാണോ എന്ന്. വില്ലുണ്ട്, ബി ഉണ്ട്,
ING ഉണ്ട് വേർബിന്റെ കൂടെ. അപ്പൊ കറക്റ്റ് അല്ലേ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെന്റൻസ് കിട്ടി. അടുത്ത നോക്കിക്കേ, സ്റ്റുഡൻസ് ലേൺ ഇംഗ്ലീഷ്. ഇത് ഇനി സ്റ്റുഡൻസിന്റെ കൂടെ വിൽ യൂസ് ചെയ്യാം, ക്യാൻ യൂസ് ചെയ്യാം, മേ യൂസ് ചെയ്യാം, മസ്റ്റ് യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്യുക, ബി ആഡ് ചെയ്യുക, പിന്നെ ലേണിംഗ് എന്നും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നോക്കിക്കേ, സ്റ്റുഡൻസ് വിൽ ബി ലേണിംഗ് ഇംഗ്ലീഷ്. സ്റ്റുഡൻസ് വിൽ ബി ലേണിംഗ് ഇംഗ്ലീഷ്. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. വി ട്രൈ ടു കംപ്ലീറ്റ് ഇറ്റ്. ഇവിടെ വേർബ് എന്ന് പറയുന്നത് ട്രൈ ആണ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വി ആണ്. വിന്റെ കൂടെ നമുക്ക് എന്ത് ആഡ് ചെയ്യാം? ഷാൽ ആഡ് ചെയ്യാം. വി ഷാൽ be trying to complete it. Okay, we shall be trying to complete it. നമ്മൾ ട്രൈ ചെയ്യും. Okay, അടുത്ത നോക്കിക്കേ, അടുത്ത ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത നമ്മൾ 3 ഫോംസ് ഓഫ് വേർബ്സ് ചിലതിൻ്റെയൊക്കെ നോക്കാം. റൈറ്റിൻ്റെത് റോട്ട്, റിട്ടേൺ ആണ്. V1, V2, V3. അടുത്ത നോക്കിയേ, ടീച്ച്, ടോട്ട്, ടോട്ട്. ലേൺ, ലേൺ, ലേൺഡ്. ഇത് രണ്ടും V2 ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. V2 ആയിട്ടും V3 ആയിട്ടും യൂസ് ചെയ്യാം. കം, കെയിം, കം. പെയിന്റ്, പെയിന്റഡ്, പെയിന്റഡ്. പിന്നെ സിങ്, സാങ്, സങ്. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം എന്ന് പറഞ്ഞാൽ, വേർബിന്റെ ഫോം എന്ന് പറഞ്ഞാൽ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ ഓർ മസ്റ്റ് പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ V3 ഫോം ആണ്. അതിനു വേണ്ടിയാണ് നേരത്തെ നമ്മൾ ആ 3 ഫോംസ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ചില വേർബ്സിന്റെ 3 ഫോംസ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരണ്ട. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ V3 ഫോം, ലാസ്റ്റ് V1, V2, V3. അതിൽ V3 ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിന്റെ ഫ്രണ്ടിൽ എന്തൊക്കെ ആഡ് ചെയ്യാം? വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ ഓർ മസ്റ്റ് പ്ലസ് ഹാവ് ആണ് വേണ്ടത്. ഇവിടെ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നോക്കിക്കേ, നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, നമുക്കൊരു ഒബ്ജക്റ്റും കിട്ടിയിട്ടുണ്ട്. ഈ വേർബിനെ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. എന്നാ പിന്നെ ആൻസർ എന്ത് കിട്ടും? ഡാനി വിൽ ഹാവ് ടോട്ട് ഇംഗ്ലീഷ്. ഓക്കെ, നോക്കിക്കേ, നമുക്ക് കിട്ടിയ വേർബിന്റെ ഫോമും തന്നിട്ടുള്ള വേർബിന്റെ ഫോമും ശരിയല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സ്റ്റുഡൻസ് ലേൺ ഇംഗ്ലീഷ്. സ്റ്റുഡൻസ് എടുത്ത് എഴുതുക. വിൽ എഴുതാം, ക്യാൻ എഴുതാം, മേ എഴുതാം, മസ്റ്റ് എഴുതാം. ഏതെങ്കിലും ഒരെണ്ണം എഴുതുക. ഹാവ് ആഡ് ചെയ്യുക. പിന്നെ ലേണിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആഡ് ചെയ്യുക. ഓക്കെ, സ്റ്റുഡൻസ് മസ്റ്റ് ഹാവ് ലേൺഡ് ഇംഗ്ലീഷ്. ഒരു എക്സാമ്പിളും കൂടെ നോക്കിക്കേ. ദേ സിംഗ് വെരി വെൽ. ദേ വിൽ ഹാവ് സങ് വെരി വെൽ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് സിംഗ്, സങ്. ഓക്കെ, അടുത്ത നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുത്തെ വേർബിന്റെ ഫോം എന്ന് പറഞ്ഞാൽ വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ ഓർ മസ്റ്റ് പ്ലസ് ഹാവ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ആണ്. ഒരു എക്സാമ്പിൾ നോക്കേ, ജെ ടീച്ച് ഇംഗ്ലീഷ്. എങ്ങനെയാ നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോട്ടാക്കാം? ജെ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ്. ഓക്കെ, ജെ വിൽ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ്. ഇവിടുത്തെ ഒരു എക്സാമ്പിളും കൂടെ നോക്കിക്കേ, സ്റ്റുഡൻസ് ലേൺ ഇംഗ്ലീഷ്. Students will have been learning English. Okay, students will have been learning English. ഇനി അടുത്ത തന്നിരിക്കുന്ന നോക്കിയേ, I or we or you, അതൊക്കെ വെച്ച ഒരു സെന്റൻസ് നോക്കിക്കേ. ന്റെ കൂടെ shall യൂസ് ചെയ്യാമല്ലോ. I shall have been playing caroms. I shall have been playing caroms. We shall have been playing caroms. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ വേർഡ്സും യൂസ് ചെയ്ത് ഉണ്ടാക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക് യു all of you.